എല്ലാവരും എന്നോട് കാണുമോ നമ്മൾ എന്നെ ഭയങ്കര മഴയാണ്. 2 ദിവസമായിട്ട് മഴ തോരുന്നേ ഇല്ല. ഭയങ്കര മഴയാണ്. എനിക്കൊരു ചൊവ്വാഴ്ചയാണ് ആശുപത്രി ചെല്ലേണ്ടത്. പിന്നെ എല്ലാവരും ചോദിച്ചു കീമോയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചല്ലേ, കീമോ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന്. ആദ്യം ഈ അസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോ എടുക്കാൻ ഒരു ഡേറ്റ് തന്നു. അപ്പോൾ നമ്മളോട് കീമോ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. പറഞ്ഞ ദിവസം നമ്മൾ രാവിലെ കൗണ്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ കീമോ എടുക്കാനായിട്ട് ചെന്ന് കൗണ്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ കീമോ എടുക്കാനായിട്ട് കയറി. നമ്മുടെ പേര് വിളിക്കും, നമ്മളവിടെ കയറി ചെല്ലും. അപ്പോൾ നമ്മളെ കിടത്തി നമ്മൾ കയ്യെ സൂചി കുത്തും. ആദ്യത്തെ കുത്തിനൊന്നും നമുക്ക് ഒരു 3-4 കുത്തുമ്പോഴേ ശരിക്കും ഒന്നാമത് ടെൻഷന്. കൗണ്ട് ആദ്യം നോക്കി കഴിഞ്ഞിട്ട് കയറി കിടക്കണം. കീമോ ചെയ്യാനായിട്ട് കയറാൻ പറഞ്ഞപ്പോഴത്തെ കാര്യമാണ്. 1, 2, 3 പ്രാവശ്യം കുത്തുമ്പോഴാണ് കിട്ടുന്നത്. അതിൻ്റെ വെച്ചാൽ ഒന്നാമത് മനുഷ്യർക്ക് ഈ പേടി, അസുഖത്തിൻ്റെ പേടി, മനപ്രയാസം, പിന്നെ ഞരമ്പ് കിട്ടാനുള്ള പാടൊക്കെ ആയിരിക്കും. 2-3 പ്രാവശ്യമൊക്കെ കുത്തുമ്പോഴാണ്. എനിക്ക് 4-5 പ്രാവശ്യമൊക്കെ കൂരി കുത്തിയിട്ടുണ്ട്. കുത്തി ഇത് കെട്ടി ആദ്യം നമുക്ക് ഈ മരുന്ന് ചെയ്യുമ്പം നമ്മുടെ വായിലോട്ട് എന്തോ ഒരു കയ്പ്പ് പോലെ വരുന്ന പോലെ നമുക്ക് തോന്നുമ്പോൾ എന്തോ ഒരു ഗ്യാസും ഒരു കയ്പ്പും ഒക്കെ വരുന്ന പോലെ. പിന്നെ നമ്മുടെ ദേഹം കാലിൻ്റെ വെള്ളം തൊട്ട് തലമണ്ട വരെ പെരുക്കുന്ന പോലെ തോന്നും. നമുക്കൊരു പെരുപ്പാണ്, ഒരു ഇങ്ങനെ പെരുത്തടിച്ചൊരു ഇരിപ്പാണ് നമുക്ക്. എല്ലാവരുടെയും അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു പെരുപ്പാണ് നമ്മുടെ കാലേന്നൊരു പെരുപ്പ് ഇങ്ങനെ അടിച്ച് നമുക്ക് വല്ലാത്തൊരു പെരുപ്പ് വരും. അത് കഴിഞ്ഞിട്ട് ഇനി മരുന്ന് കയറുന്ന വരെ നമുക്ക് ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ നമുക്ക് മുള്ളാൻ മുട്ടുന്ന പോലെ അങ്ങ് തോന്നും. മുള്ളണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യുന്നറിയാം, അവരോട് പറയും ഇതൊന്ന് ഊര്, എനിക്കൊന്ന് മുള്ളണം. നമുക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. നമ്മൾ പറയും ഇതൊന്ന് ഊര്, ഞങ്ങൾക്ക് മുള്ളണമെന്ന് പറയും. അപ്പം അവരത് ഊരി തരുമ്പോൾ ഞാൻ ഊരിപ്പോയി മുള്ളിയിട്ട് പിന്നെയും അവരത് ഇട്ട് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഇതിട്ടിട്ട് വന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം, ഛർദിലായിരുന്നു ലേഡി. എനിക്ക് ഛർദിലായിരുന്നു, നിൽക്കാത്ത ഛർദിലായിരുന്നു. വീട്ടിൽ വന്നിട്ടും ഭക്ഷണം ഒന്നും കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല. ഭക്ഷണം നമ്മൾ കഴിക്കത്തേ ഇല്ല. എത്ര നിർബന്ധിച്ചാലും നമുക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൊണ്ടേന്ന് താഴെയുള്ള തൊലി മൊത്തം നമ്മുടെ പോകും. അപ്പോൾ നമുക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല. ഭക്ഷണത്തിനൊരു രുചിയായിട്ട് ഒരിതായിട്ട് നമുക്ക് എനിക്ക് എന്തുവാന്നത് ഒരിക്കലും നമ്മൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയാണ് കീമോ ചെയ്യുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഓർക്കാൻ കഴിയില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഓർമ്മയിലൊന്നും നിൽക്കാൻ നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഒരേ കിടപ്പായിരുന്നു. എണ്ണീറ്റൊന്നും ഇരിക്കാൻ എനിക്ക് വയ്യായിരുന്നു. കാരണം ബാത്റൂമിലൊന്നും പോകാൻ, മൂത്രം ഒഴിക്കാനേ പോകുന്നുള്ളൂ. കാരണം വയറ്റിന്ന് പോകാനൊന്നുമില്ല. കാരണം ഒന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വയറ്റിന്ന് പോകാനായിട്ടൊന്നുമില്ല. പിന്നെ മൂത്രം ഒഴിക്കാനായിട്ട് നമുക്കൊരു മാതിരി ബ്രാൻഡിയൊക്കെ കുടിച്ച് പ്രാഞ്ചിയാണ് നമ്മൾ നടക്കുന്നത്. നമ്മളിങ്ങനെ കിറങ്ങി നടക്കുന്നതുകൊണ്ട് നമുക്ക് ബോധമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കിറങ്ങി ഇങ്ങനെ നമ്മൾ അങ്ങോട്ടങ്ങ് പോവുകയാണ്. പിന്നെ 2ാമത്തെ കീമോ ചെയ്തപ്പം എനിക്ക് പോയിട്ട് വന്നപ്പോൾ എനിക്ക് തലമുടി പോകാനായിട്ട് തലമുടി ഇങ്ങനെ കുത്തായിട്ട് ഊരാൻ തുടങ്ങി. ഓട്ടിയെന്ന് ഇങ്ങനെ പിഴുത് പോരാനായിട്ട് തുടങ്ങിയപ്പം കുഞ്ഞിന് പാലൊക്കെ കാച്ചി നിബിളിനകത്ത് പാല് കൊടുക്കണം. അങ്ങനെ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ എന്നാ ചെയ്തെന്നറിയാം, കുപ്പിയിലും എല്ലാം മുടി ഇതാകാൻ തുടങ്ങി. അത് ഭയങ്കര കുഞ്ഞല്ലേ, അതിന് ബുദ്ധിമുട്ടായി. അപ്പം പിന്നെ ആണെങ്കിൽ പിന്നെ കിടക്കുന്ന ബെഡിലെല്ലാം മുടി ഊരി വീഴാൻ തുടങ്ങി. അപ്പം കുത്ത് കണക്കിനാണ് മുടി ഊരി വീഴുന്നത്. അന്നേരം പിന്നാണെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായൊരവസ്ഥയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഈ അസുഖം ഉണ്ടായതിൽ ആദ്യം അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം പോലെ തന്നെയായിരുന്നു എനിക്കെൻ്റെ മുടി പോയപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് മുടി അങ്ങനെയാണ് എൻ്റെ 2ാമത്തെ കീമായപ്പോഴത്തേന് മുടി പോകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് അറിയത്തില്ല, എനിക്കെൻ്റെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും ഉള്ള ഓർമ്മ എനിക്കില്ലായിരുന്നു. എനിക്കൊരു പിഞ്ച് കുഞ്ഞ്, എൻ്റെ 2 കുഞ്ഞുങ്ങൾ എവിടെയാണ് ഇങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുന്നത്, ഞാനൊരു വീട്ടിലാണ് ജീവിക്കുന്നതെന്നോ ഞാനിങ്ങനെ കിടക്കുവാണെന്നോ അതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഏതോ ഒരു ലോകത്താണ്. എണ്ണിക്കാനോ എത്ര രാത്രിയാനോ രാവും പകലും എത്ര കിടന്നു 3-4 ദിവസം ഞാൻ രാവും പകലും ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക്. ആ കീമോയുടെ നാളുകളിൽ മുഴുവൻ ഞാൻ മൊത്തത്തിൽ കിടപ്പായിരുന്നു. പിന്നെ എനിക്ക് തൂറ്റലുണ്ടായി. നിൽക്കാൻ മേലാത്ത പോലെ തൂറ്റൽ. ഞാൻ പാമ്പേഴ്സൊക്കെ മേടിച്ചിട്ടേക്ക്, എന്നിട്ട് പാമ്പേഴ്സും കവിഞ്ഞു മലമെല്ലാം വീണ് ഒരുപാട് ദുരനുഭവമാണ്. കാരണം എന്നിട്ട് നിന്ന് അതൊന്ന് പിടിക്കാനോ ഒരു ഛർദിൽ എനിക്ക് ഛർദിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ആദ്യം തൊട്ടേ ഛർദിലായിരുന്നു. പിന്നെ
ഞാൻ ഓർക്കുവാണ് എൻ്റെ പാമ്പേഴ്സ് നിറഞ്ഞൊക്കെ മലം പോകും. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഒഴിവാക്കി കഴിക്കുന്നുമില്ല. എത്ര നാൾ ഞാൻ ഒരു ഭക്ഷണം കഴിക്കാതെ ഞാനാണെങ്കിൽ ജീവിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. തലമുടിയും ദേഹവും കൈയും കാലും എല്ലാം കറുത്ത് കരിക്കട്ട പോലെയായി. ഒരിക്കലും ഞാൻ എത്ര നാളുകൾ തോറും എൻ്റെ കുഞ്ഞിനെ എടുക്കാതെ എനിക്കൊരു കുഞ്ഞുണ്ടെന്നറിയാതെ ഇന്നിപ്പം ഞാൻ കിടക്കുന്ന രാത്രിയിലാണോ പകലാണോ എന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക്. അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഇന്നിപ്പോൾ എത്ര സമയമെന്നോ രാത്രിയാണ്. ഞാൻ കണ്ണ് തുറക്കത്തേ ഇല്ല, നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. ദേഹത്ത് മുഴുവൻ കഠിനമായ വേദനയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു വേദനയാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പോഴും ഈ കീമോ ചെയ്യുന്ന സമയത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോഴും എപ്പോഴും നമുക്കിതൊരു വേദന തന്നെയാണ്. പക്ഷേ കീമോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാനോ, നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനോ, നമുക്ക് എണ്ണീറ്റൊന്ന് 1 മണിക്കൂർ 4 കീമോ 3 മണിക്കൂർ. ആദ്യത്തെ ഒരു കീമോ 1 മണിക്കൂറായിരുന്നു. ഞാൻ ബാക്കി 4 എണ്ണം ഓരോ മണിക്കൂറായിരുന്നു. പിന്നെ 4 കീമോ ചെയ്തത് 3 മണിക്കൂർ വെച്ചായിരുന്നു. അപ്പോൾ ഒട്ടും ഞാൻ ശരിക്കും ഇതായിപ്പോയൊരവസ്ഥയാണ്. ഞാൻ ശരിക്കും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ജീവിക്കുന്നുള്ള ഒരു വ്യക്തിയാണെന്നോ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നോ, ഞാൻ ഇപ്പോൾ അസുഖമായി അതൊന്നും നമ്മുടെ ഓർമ്മയിലില്ല. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് പോകും. നമുക്ക് എണ്ണീറ്റിരുന്നൊരു ഒരാളോട് സംസാരിക്കാൻ നമുക്ക് മൈൻഡില്ല. നമ്മുടെ തലച്ചോറിനകത്ത് മൈൻഡില്ല. ഇപ്പോഴും നമുക്കൊരു മൈൻഡ് ചില നേരം നമുക്കില്ല. പിന്നെ നമ്മുടെ കാഴ്ചകളെ ബാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ എപ്പോഴും എനിക്ക് മൂത്രം ഒഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ മൂത്രം ഒഴിക്കാൻ വിഷമിച്ച് വളരെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. ഇപ്പോഴും എപ്പോഴും അത് തന്നെ. അപ്പോൾ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഒരാൾക്ക് ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഒരു കാര്യങ്ങൾ ചെയ്യാൻ. ശരിക്കും ഒരാൾക്കും കഴിയാത്തൊരു കാര്യം. ഞാൻ എൻ്റെ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടവരിൽ എനിക്ക് അത്ഭുതം ചിലർക്കൊക്കെ ഈ കീമോ ചെയ്തിട്ട് വന്ന ഓരോന്നൊക്കെ കാര്യങ്ങൾ കാണിക്കുന്ന കാണുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എന്തൊരു അത്ഭുതം! ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഡോക്ടർമാരോട് നിങ്ങൾ ചോദിക്കുക. ഒരിക്കലും എനിക്ക് എൻ്റെ ഈ ലൈഫിൽ ഇത്രയും പ്രായത്തിനോടിടയ്ക്ക് ഞാൻ കണ്ടതിൽ ഞാൻ ക്യാൻസർ രോഗികളെ ഒരുപാട് കാണുന്നതാണ്. പ്രായമായവർ തൊട്ട് എല്ലാവരെയും ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഞാനിപ്പോൾ ഓരോരുത്തർ ഫേസ്ബുക്കിനകത്ത് കീമോ ചെയ്തിട്ട് വന്ന് കാണിക്കുന്നതാണെങ്കിൽ എനിക്ക് ശരിക്കും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എന്തൊരു അത്ഭുതമാണിത്! ഞാൻ അങ്ങ് അതിശയിച്ച് പോവുകയാണ്. ഒരിക്കലും ഒരാൾക്ക് പോലും അങ്ങനെ ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു അസുഖമാണിത്. കാരണം മനുഷ്യനെ അത്രത്തോളം എന്നെപ്പോലെ തന്നെ അനുഭവമുള്ള 1000 പേരല്ല, ലക്ഷങ്ങളല്ല, കോടികൾ ആർക്കും ഈ അസുഖം, ഒരു മനുഷ്യർക്ക് പോലും ഈ അസുഖം വരരുത് ഒരിക്കലും. നമ്മളെ കൊണ്ട് വേദനയിൽ നമ്മൾ തന്നെ ഈ വേദന കൊണ്ട് തീരണേന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ മനുഷ്യർക്ക് ആർക്കും ഈ അസുഖം കൊടുക്കൽ, വേറെ എന്ത് വന്നാലും ഈ അസുഖം മാത്രം മനുഷ്യർക്ക് കൊടുക്കലാണ്. സഹിക്കാൻ പറ്റത്തില്ല. ഒന്നിട്ടിരിക്കാനോ, തൊണ്ടയില്ലേ, ഇവിടെ ഒന്നും തൊലി, വായിലോ തൊണ്ടയിലോ കിറിക്കോ ഒന്നും തൊലിയേ ഇല്ല. കീമോ ചെയ്യുമ്പോൾ നമ്മൾ തീർത്തും അവശയായിപ്പോവും. റേഡിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് നടന്നെങ്കിലും പോകാം. ഇത്രയും പാടാതുരിതമില്ല. പക്ഷെ കീമോ ചെയ്യുമ്പോൾ ഒരാളും ഒരിക്കലും ഒരു ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ലെന്ന് എനിക്ക് 100% ഞാൻ ഉറപ്പ് പറയുന്നു. ആശുപത്രി എന്നെ പിടിച്ചോണ്ട് അതൊക്കെ പോട്ടെ, പരുവ് വരും. പരുവേ, അതൊക്കെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഒരിക്കലും ഒരു മനുഷ്യർക്ക് പോലും ഈശ്വരൻ്റെ മുമ്പിൽ സത്യം ചെയ്ത് ഞാൻ പറയാം, ഒരു മനുഷ്യർക്കും കീമോ ചെയ്യുന്ന ഒരവസരത്തിൽ എഴുന്നേറ്റ് നടക്കാൻ ഒക്കത്തില്ലെന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരാളുടെ സപ്പോർട്ടില്ലാതെ എഴുന്നേറ്റൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളുടെ ഒരു സപ്പോർട്ടില്ലാതെ അത്ര കഠിനമായ ഒരിതാണ്. നമ്മളാണെന്ന് പോലും നമ്മളെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. നമ്മളെ അറിയുന്ന ഒരാൾ വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ചോദിക്കും, അയ്യോ ഇത് നമ്മൾ തന്നെയാണോ എന്ന്. നമ്മളല്ലാതെ ആയിപ്പോകും. ഞാൻ ഈ കീമോ ചെയ്യുന്നതിന് അതിൻ്റെ തലേന്നോ വരെ ഫോട്ടോസും വീഡിയോസും ഇടുന്നത് ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് ഇട്ട് തരാം. ഡേറ്റ് വെച്ച് നിങ്ങൾ നോക്കൂ. അന്ന് കണ്ട ഞാനാണോ ഇരിക്കുന്നത് ഞാനെന്ന് വരെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോലും അല്ലാതാവും. നമ്മൾ കീമോ ചെയ്യുന്ന നമ്മുടെ തൊലി കംപ്ലീറ്റ് കറക്കും. പിന്നെ കൈയും കാലും നഖവും എല്ലാം കറക്കും. അത് എത്ര കൂട്ടെക്സ് ഇട്ടാലോ, എത്ര എന്തൊക്കെ ഇട്ടാലോ, എന്ത് പൗഡർ ഇട്ടാലോ, അല്ല എന്ത് മാത്രം ഇതിട്ടാലോ പറ്റും. പിന്നെ മേക്കപ്പുകൾ അതൊന്നും നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മരുന്നുകൾ
നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളും നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാതാകും. പിന്നല്ലേ പൗഡർ ഇടുന്നതും പൊട്ട് തൊടുന്നതും കണ്ണിടുന്നതും പിന്നത്തെ കാര്യം. കാരണം മാക്സിമം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്കതിന് എണ്ണിട്ടിരുന്നൊന്നും മൂത്രം ഒഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു വ്യക്തികൾക്ക് കീമോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇതിനുള്ള യാതൊരു ചാൻസും ഇല്ല. 100% 100% എന്നല്ല, ഞാൻ 100% ഉറപ്പ് പറയുന്നു. ക്യാൻസർ വന്ന ഒരു രോഗി കീമോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എഴുന്നേറ്റിരിക്കുകയോ പൗഡർ ഇടോ പൊട്ടു തൊടുകയോ കണ്ണെഴുതുകയോ ഇതൊന്നും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് സംശയമുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചോളുക. അത് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരിക്കലും ഒരാളും എഴുന്നേറ്റിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. നമുക്കെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ ഇത്രയ്ക്കും എന്ത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പോലും താഴത്ത് പോയെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും ആരോഗ്യമുള്ള ഞാൻ തന്നെ താഴെ പോയി. അപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരാളിൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും നമുക്ക് ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ആ സമയത്ത് നോക്കുന്നത്. ആ സമയത്ത് ഈ സമയത്ത് എല്ലാ സമയത്തും ഇവരാണ് നോക്കുന്നത്. പക്ഷെ ആ ടൈമിലൊക്കെ എൻ്റെ കുഞ്ഞിനെ ഉറക്കുന്നതും എല്ലാം ഇവര് തന്നെയാണ്. പിന്നെ എനിക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ലായിരുന്നേ. എന്റെ മോൻ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് പോയി വെളിയിൽ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കാലം നിലത്ത് ഉരച്ചായിരുന്നു നടക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ അവസ്ഥ ഇപ്പോഴും കണ്ടെത്തോ. ഇവിടെ എല്ലാം വേദനയാണ്. തൊണ്ടയൊക്കെ നീര് വെച്ചിരിക്കുകയാണ്. വയ്യ, തൊലിയില്ല. അതാണ് ആ ഒരു വ്യക്തിക്ക് ഞാൻ അത്ഭുതം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ സയൻസിനോട് കൂടി എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു ഇതാണിത്. ഒരു മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് ഇത്രയും ഡാൻസും പാട്ടോ അല്ലെങ്കിൽ അത് മറ്റെന്തും എന്തായാലും ആയിക്കോട്ടെ ഇത് ചെയ്യുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ലോകവും ഇപ്പോഴും എൻ്റെ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുവാണ്. ഈ അവസരത്തിലും ഇപ്പോൾ പോലും നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അത്ഭുതം വരുന്നു എന്തായാലും.